ഹലോ എവരിവൺ, വെൽക്കം ടു ജെസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ഇന്നത്തെ ടോപ്പിക്ക് ഹിന്ദിക്ക് പ്രമുഖ ബോലിയാം എന്നുള്ളതാണ്. ഹിന്ദിക്ക് പ്രമുഖ ബോലിയാം അതിൽ നമ്മൾ പഠിക്കാനുള്ളത് ഗഡി ബോലി, ഗഡി ബോലി കാ ക്ഷേത്ര, ബ്രജഭാഷ, ബ്രജ് ബോലി കാ ക്ഷേത്ര, അതേപോലെ അവധി, അവധി ബോലി കാ ക്ഷേത്ര. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഗഡി ബോലി. ഗഡി ബോലി എന്താണെന്നുള്ളത്. ഗഡി ബോലി കോ ക്ഷേത്ര നമുക്ക് പഠിക്കാം. ഗഡി ബോലി का दूसरा नाम है കൗരവി. ഗഡി ബോലി का दूसरा नाम है കൗരവി. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും ദൂസര നാം എന്താന്നുള്ളത്. അപ്പോൾ ഗഡി ബോലി का दूसरा नाम കൗരവി ആണെന്നുള്ളത് നമുക്ക് അറിയാം. രാഹുൽ സംകൃത്യായൻ एवं ഡോക്ടർ ബോൽനാഥ് തിവാരിനെ ഗഡി ബോലി കോ കൗരവി നാം ദിയ. അതായത് രാഹുൽ സാങ്കൃത്യായനും കൂടാതെ ബോൽനാഥ് തിവാരിയും കൂടിയിട്ടാണ് ഗഡി ബോലിക്കോ കൗരവി എന്നുള്ള പേര് നൽകിയത്. ഇവർ രണ്ടുപേരും ആണ് അഭിപ്രായപ്പെട്ടത് കൗരവി എന്നുള്ളത്. ഇത് പശ്ചിം ഹിന്ദിക്ക് പ്രമുഖ ബോലി ഹെ. ഇത് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പശ്ചിം ഹിന്ദിയിൽ വരുന്ന ബോലികൾ ഏതൊക്കെ. അതില് ഗഡി ബോലി, ബ്രജ് ഭാഷ, ഹരിയാണി, ബുന്ദേലി, കന്നോജി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽപ്പെട്ടതാണ് ഗഡി ബോലി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇസ്കാ ക്ഷേത്ര ബഹുത് വിസ്തൃത് ഹെ. ഇതിന്റെ എന്താണ് മേഖല വളരെയധികം വലുപ്പമുള്ളത്, വിസ്തൃതമുള്ളതാണ്. और इसे बोलने वालों की संख्या लगभग 1.5 करोड़ है. ഇത് സംസാരിക്കുന്നതിൽ ഏകദേശം 1.5 കോടിയോളം ആളുകളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മാനക് ഹിന്ദി കാ വികാസ് ഇസി ഗഡി ബോലി സെ ഹുവ. അതായത് സ്റ്റാൻഡേർഡ് ഹിന്ദി വികസിച്ചത് ഗഡി ബോലിയിൽ നിന്നാണ്. സ്റ്റാൻഡേർഡ് ഹിന്ദി വികസിച്ചത് ഗഡി ബോലിയിൽ നിന്നാണ്. ഹിന്ദി और ഉറുദു ദോനോ ഗഡി ബോലിക്ക് ബേട്ടിയാം എന്ന് പറഞ്ഞാല് ഹിന്ദിയും ഉറുദുവും രണ്ടും എന്താണ് ഗഡി ബോലിയുടെ രണ്ട് മക്കളാണ് അല്ലെങ്കിൽ സഹോദരികളാണ് അല്ലെ. അതേപോലെയാണ് നമുക്ക് പറയാൻ പറ്റാം. ഗഡി ബോലി ശബ്ദ കാ പ്രയോഗ ദോ അർത്ഥ മേ ഹോത്താ ഹെ. ഗഡി ബോലി എന്നുള്ള വാക്ക് രണ്ട് ഇതിലാണ് പറയപ്പെടുന്നത്, അർത്ഥത്തിലാണ് പറയപ്പെടുന്നത്. एक तो സാഹിത്യക ഹിന്ദി ഗഡി ബോലിക്ക് അർത്ഥമേ. ഒന്നാമത്തെ എന്താണ് സാഹിത്യപരമായ ആയിട്ടാണ് പറയപ്പെടുന്നത്, സാഹിത്യക ഹിന്ദി എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തത് ദില്ലി മേരട്ട് കെ ആസ്പാസ് കെ ലോഗ് ബോലി കെ അർത്ഥമേ. നെക്സ്റ്റ് ഗഡി ബോലി. ഗഡി ശബ്ദ കാ അർത്ഥ വിവാദാസ്മത് ഹെ. ഗഡി എന്നുള്ള വാക്ക് വന്നതിന് കുറച്ച് വിവാദപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. കുച്ച് ലോകോംനെ ഗഡി കാ അർത്ഥ ഘേരി. അതായത് കുറച്ച് ജനങ്ങള് എന്താണ് ഗഡി കാ അർത്ഥ ഘേരി അതായത് പ്യുവർ, അതായത് ശുദ്ധ് എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ ആളുകൾ പറയപ്പെടുന്നത് ഗഡി സ്റ്റാൻഡിങ് എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഗഡി ബോലി കാ ക്ഷേത്ര. ഗഡി ബോലി സംസാരിക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് നോക്കാം. ദഹ്റാദൂൻ കാ മൈതാനി ബാഗ്, സഹാരൻപൂർ, മുസഫർപൂർ, मेरठ, दिल्ली का कुछ भाग, बिजनौर, रामपुर तथा मुरादाबाद. ഏതൊക്കെയാണ്? ദഹ്റാദൂൻ കാ മൈതാനി ഭാഗ്, സഹാരൻപൂർ, മുസഫർപൂർ, മേരठ, ദില്ലി കാ കുച്ച് ഭാഗ്, ബിജ്നൗർ, രാംപൂർ തഥാ മുറാദാബാദ്. എന്തൊക്കെയാണ് നമ്മൾ ഗഡി ബോലി ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ആധുനിക മാനക ഹിന്ദി और उर्दू की आधुनिक है. പശ്ചിം ഇന്ത്യക്ക് एक പ്രമുഖ ബോലി ഹെ. പശ്ചിം ഇന്ത്യയിലെ പ്രമുഖ ബോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പ്രമുഖ ബോലിയാണെന്നുള്ളത്. ജിസ്കാ ഉദ്ഭവ് ഷോർസേനി അപഭ്രംശ് കെ ഉത്തരി രൂപ സെ ഹോ. ഇതിന്റെ ഉത്ഭവം ഷോർസേനി അപഭ്രംശിലെ ഉത്തരി രൂപത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അമീർ ഖുസ്രോ കോ ഗഡി ബോലി കാ പ്രഥം കവി മാനാ ജാതാ ഹെ. ആരാണ്? അമീർ ഖുസ്രോ. പ്രഥം കവി അമീർ ഖുസ്രോ. आज ही गडी बोली भारत की राजभाषा मानक हिंदी के रूप में प्रतिष्ठित है. ഇന്ന് ഗഡി ബോലിയാണ് ഭാരതത്തിന്റെ ഔദ്യോഗിക ഭാഷ, അതായത് മാനക ഹിന്ദി എന്ന രൂപത്തിൽ അറിയപ്പെടുന്നതും. പിന്നെ പത്രങ്ങള്, വിദ്യാഭ്യാസം, ഭരണനിർവഹണം, അതേപോലെ ആശയവിനിമയം എന്നിവയുടെയൊക്കെ പ്രധാന മാധ്യമമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബ്രജഭാഷ കാ ക്ഷേത്ര, അവധി, അവധി കാ ക്ഷേത്ര ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.